പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് അർജന്റീന കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് എത്തി. തുടർച്ചയായ രണ്ടാമത്തെ കോപ്പ അമേരിക്ക ഫൈനലിലേക്ക് അർജന്റീന എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം. അർജന്റീന ആരാധകർക്ക് ആവേശം കൊള്ളാം. കാരണം കാനഡ ദുർബലരാണെങ്കിൽ പോലും സെമിഫൈനലിലെത്തിയ സംഘമാണല്ലോ. അപ്പോൾ കാനഡയെ 2-0 തോൽപ്പിച്ച് അർജന്റീന എത്തി. ജൂലിയൻ അൽവാരസ് ആദ്യം ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് ലയണൽ മെസ്സി 51-ാം മിനിറ്റിൽ അർജന്റീനയുടെ ലീഡ് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ആ 2 ഗോളിന്റെ കരുത്തിൽ അർജന്റീന ഇപ്പോൾ ഫൈനലിലേക്ക് മുന്നേറി എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ അവിടെ കോപ്പ അമേരിക്കയിൽ നിന്നും വന്നത്. നമുക്കതിൽ കോപ്പ അമേരിക്കയിൽ ഇപ്പോൾ അർജന്റീന നേരിടുകയാണ് കാനഡയെ. ഒപ്പം യൂറോ കപ്പിൽ സ്പെയിൻ ഫൈനലിലേക്ക് മുന്നേറി. അത് ഫുട്ബോളിലെ ലോകകപ്പിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഫ്രാൻസിനെ തകർത്താണ് സ്പെയിന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്താണെങ്കിലും ആ 2 മത്സരങ്ങൾ ഇങ്ങനെ ആവേശകരമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അർജന്റീനയുടെ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അർജന്റീന ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷമുള്ള കാര്യം. എന്താണെങ്കിലും അർജന്റീന ലീഡ് ചെയ്യുന്നു, സ്പെയിൻ ഫൈനലിലെത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്പെയിന്റെ ജയത്തെ പറ്റി നോക്കാമെന്ന് തോന്നുന്നു. ഫ്രാൻസിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് മുന്നേറിയത്. ആദ്യം ഗോൾ സ്കോർ ചെയ്തത് കോലോമുവാനിയാണ്. കോലോമുവാനിയുടെ ഗോളിൽ ഫ്രാൻസ് മുന്നിലെത്തി. പക്ഷേ എന്നാൽ തൊട്ടു പിന്നാലെ ലാമിൻ യമാലും ഡാനി ഓൾമോയും ആ ലീഡ് അത് ഉയർത്തുകയായിരുന്നു, അല്ലെങ്കിൽ സ്പെയിനിന് വേണ്ടി വിജയം സ്വന്തമാക്കുകയായിരുന്നു. ആദ്യം ഗോൾ നേടിയ കോലോമുവാനി 8-ാം മിനിറ്റിലാണ് ഈ ഫ്രാൻസിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. ലോക കപ്പിലെ 2ാം സ്ഥാനക്കാർ വീണ്ടും മറ്റൊരു ഫൈനലിലേക്ക് മുന്നേറുന്നു എന്ന് കരുതിയ ഘട്ടത്തിലാണ് യമാലും ഒൽമോയും ചേർന്ന് സ്പെയിനിന് വേണ്ടി, സ്പെയിന്റെ യുവനിരയ്ക്ക് വേണ്ടി ഗോളുകൾ സമ്മാനിച്ചത്. ലാമിൻ യമാൽ അങ്ങനെ മത്സരത്തിൽ ഗോൾ നേടിയതോടുകൂടി നിലവിൽ അദ്ദേഹത്തിന് 16 വയസ്സാണ് പ്രായം. 16 വയസ്സെന്ന് പറയുമ്പോൾ ഈ 13-ാം തീയതി 17 വയസ്സിലേക്ക് എത്തുമെങ്കിൽ പോലും നിലവിൽ 16 വയസ്സ് എന്നതാൽ യൂറോ കപ്പിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ള റെക്കോർഡ് അങ്ങനെ ഈ മത്സരത്തിൽ യമാലിന് സ്വന്തമായി. ഈ 15-ാം തീയതി നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് രാത്രി നടക്കുന്ന ഇംഗ്ലണ്ട് നെതർലൻഡ്സ് മത്സരത്തിലെ വിജയികളെയാണ് സ്പെയിൻ നേരിടേണ്ടത്. ഫൈനലിൽ 5-ാം തവണയാണ് സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2024 യൂറോ കപ്പിൽ തോൽവി അറിഞ്ഞിട്ടില്ല സ്പെയിൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതുവരെ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെ സ്പെയിൻ അങ്ങനെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. 2012-ലാണ് യൂറോ കപ്പ് ജേതാക്കളായത് സ്പെയിൻ. അതിനുശേഷം ആദ്യമായിട്ടാണ് യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഡാനി ഓൾമോ 25-ാം മിനിറ്റിൽ, ലാമിൻ യമാൽ 21-ാം മിനിറ്റിൽ ഈ 2 പേരുമാണ് സ്കോർ ചെയ്തത്. ഫ്രാൻസിന് വലിയ പ്രതീക്ഷയായിരുന്നു കോലോമുവാനിയുടെ ആദ്യ ഗോൾ. പക്ഷേ 2ാം പകുതി പൂർണ്ണമായും ഗോൾ രഹിതമായി നിന്നു എന്നുള്ളതാണ്. ഈ 3 ഗോളുകളും ആദ്യ പകുതിയിൽ തന്നെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിക്കുന്ന, യൂറോ കപ്പിൽ 6 മത്സരങ്ങൾ ജയിക്കുന്ന ആദ്യ ടീം എന്ന ഖ്യാതിയോടുകൂടി സ്പെയിൻ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. പെദ്രിയും കർവഹാലും ഇല്ലാതെ ഇറങ്ങിയ സ്പെയിൻ അത് ഒരിക്കൽ പോലും ഫ്രാൻസിന് മുന്നിൽ അടിപതറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ യൂറോ കപ്പ് വേദിയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്നും കാണുന്നത്. അതേസമയം അർജന്റീന കാനഡ മത്സരം പുരോഗമിക്കുകയാണ്. അർജന്റീനയും കാനഡയും കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലാണ് ഏറ്റുമുട്ടുന്നത്. അർജന്റീന കാനഡയ്ക്കെതിരെ 2 ഗോൾ ലീഡ് ചെയ്തു. 2ാം ഗോൾ സ്കോർ ചെയ്തത് ലയണൽ മെസ്സിയാണ്. ആദ്യ ഗോൾ സ്കോർ ചെയ്തത് ജൂലിയൻ അൽവാരസ് 22-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ. 22-ാം മിനിറ്റിലെ ഗോളിന് ശേഷം ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് 2-ആക്കി ഉയർത്തുന്നു. നിലവിൽ 73-ാമത്തെ മിനിറ്റിൽ മത്സരം എത്തിയിരിക്കുകയാണ്. 73-ാമത്തെ മിനിറ്റിൽ മത്സരം എത്തി നിൽക്കുമ്പോൾ 2-0 ലീഡ് സ്വന്തമായിട്ടുണ്ട് അർജന്റീനയ്ക്ക് എന്നുള്ളതാണ് അർജന്റീന ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരുന്ന കാര്യം. അതായത് തുടർച്ചയായിട്ടുള്ള മറ്റൊരു കോപ്പ ഫൈനലിലേക്ക് അർജന്റീന പോകുന്നു. മറ്റൊരു വമ്പൻ ടൂർണമെന്റ് ഫൈനലിലേക്ക് അർജന്റീന എത്തുന്നു എന്നുള്ള സൂചന ഇപ്പോൾ ലഭിക്കുന്നു. 73-ാമത്തെ മിനിറ്റും പിന്നിട്ട് കഴിയുമ്പോൾ അർജന്റീന 2-0 ലീഡ് ചെയ്യുകയാണ് കാനഡയ്ക്കെതിരെ. ഈ നിമിഷം ജൂലിയൻ അൽവാരസ് 22-ാം മിനിറ്റിലും ലയണൽ മെസ്സി 51-ാം മിനിറ്റിലും അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തു.